ഇന്ന് ആദിലയും അനീഷും തമ്മിൽ ഒരു സംഭാഷണം, ഒരു തർക്കമൊക്കെ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നേ. അതായത് അനീഷ് മറ്റേ 3 ദിവസത്തെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആദില ആ ഒരു ടോപ്പിക്കൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ 3 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എന്ന് ആദില അനീഷിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അത് ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് കോൾ വന്നതിനേക്കാൾ കുറച്ച് സമയം മാത്രമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് ഏറ്റവും ഒടുവിലൊക്കെയാണ് എനിക്ക് കോൾ വന്നത്. മനസ്സിലായോ? ആ രീതിയിലാണ് അനീഷ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റായിട്ടാണ് എനിക്ക് കോൾ വന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ 3 ദിവസം എന്ന് പറഞ്ഞത്. ഞാൻ കള്ളമാണ് പറഞ്ഞത്. ആ കള്ളം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാനത് മിണ്ടാതെ നിന്നത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള നട്ടെല്ലൊക്കെ എനിക്കുണ്ട്. അത് ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഒരു കള്ളം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് തെളിയിക്കട്ടെ. ഞാൻ ബിഗ് ബോസിനെ ചലഞ്ച് ചെയ്യുകയാണ് എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞത്, നിങ്ങൾ ലാലേട്ടൻ്റെ മുന്നിൽ മിണ്ടാതെ നിന്നില്ല, നിങ്ങൾ എതിർത്തിരുന്നുവെങ്കിൽ ലാലേട്ടൻ തെളിവ് കാണിച്ചേനെ, നിങ്ങൾ കൂടുതൽ വലിച്ചു കീറിയനെ. തെളിവ് കാണിക്കുമെന്നുള്ള പേടിയുണ്ടല്ലേ നിങ്ങൾ മിണ്ടാതെ നിന്നതേ എന്ന് ആദില അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ സാബുണ്ണ വന്ന സമയത്ത് ഈ കോമണേഴ്സിൻ്റെ കാര്യം ഉണ്ടല്ലോ, ഈ കോമണേഴ്സിൻ്റെ കാര്യം പറഞ്ഞ് അനീഷ് ഒരു വിഷയം എടുത്തിട്ടല്ലോ. എന്ന് വെച്ചാൽ അവിടെ യാതൊരു ലോജിക്കും ഇല്ലാത്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചതെന്നൊക്കെ ആദില പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറഞ്ഞു, ഞാൻ എൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഞാൻ 5 കോമണർ വരണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ വല്ല സോഷ്യൽ മീഡിയയിലും പറയണമായിരുന്നു, ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ പറയണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയണമായിരുന്നു. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചോദിച്ചത് ഔചിത്യമില്ലാത്തൊരു പ്രവൃത്തിയായിരുന്നുവെന്ന് ആദില ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ അനീഷ് ജയിലിലിരുന്ന സമയത്ത് ഒരു കോമണർ ആയതുകൊണ്ട് അനീഷിന് വളരെ ലേറ്റായിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് കോള് വന്നത് എന്ന തരത്തിൽ ന്യായീകരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയതുപോലെ തോന്നിയെന്ന് ലക്ഷ്മിയും അനീഷിനെതിരെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഷാനവാസിനെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഷാനവാസിനെ കുറിച്ചൊന്നും പറയാറില്ല, ഷാനവാസിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറില്ല എന്നൊക്കെ അനീഷ് ആദിലയുടെ അടുത്തും പറയുന്നുണ്ട്. സോ അങ്ങനെ ആദിലയും അനീഷും ഒക്കെ തമ്മിലുള്ള ഒരു സംഭാഷണം നടന്നിരിക്കുകയാണ്. ബിഗ് ബോസിനെ അനീഷ് വെല്ലുവിളിച്ചിരിക്കുന്നത്, ഞാൻ വേറെ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തെളിയിക്കട്ടെ എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. അതൊരു തട്ടുപൊളിപ്പൻ ന്യായമാണ്. ഇപ്പോൾ ഒരു കള്ളം ഓൾറെഡി പറഞ്ഞത് പിടിക്കപ്പെടുമ്പോൾ ഇത് ഞാൻ കള്ളമാണെന്ന് സമ്മതിക്കുന്നുണ്ട്, ഞാൻ വേറെ കള്ളം പറഞ്ഞോ എന്ന് ഇനി തെളിയിക്കൂ എന്ന് പറയുന്നതിനകത്ത് വലിയ ലോജിക്കൊന്നുമില്ല. കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം, നമുക്കത് അറിയില്ലല്ലോ. പിടിക്കപ്പെട്ടൊരു കാര്യമാണ് നമുക്കറിയാവുന്നത്. എന്തായാലും അനീഷിനെ നൈസിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ആദില ട്രൈ ചെയ്യുന്ന പോലെയാണ് ലൈവിൽ തോന്നുന്നത്. അനീഷ് തീരെ പിടി കൊടുക്കാതെയൊക്കെ അനീഷ് നിൽക്കുന്നുണ്ട് കേട്ടോ. അനീഷ് നല്ലപോലെ നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.